നാളെ നാഗപഞ്ചമി. നാഗദേവതയെ ആരാധിക്കുന്ന ഈ പുണ്യദിനത്തിൽ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. നാഗപഞ്ചമിയുടെ പ്രാധാന്യം എന്താണ്? എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വിശദമായി നോക്കാം. ഹരേ കൃഷ്ണ, ഞാൻ രമ. ഭാരതീയ പാരമ്പര്യത്തിൽ നാഗാരാധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി ദിനമാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത്. ഈ ദിവസം നാഗദേവതയെ ഭക്തിയോടെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. നാഗപഞ്ചമിയുടെ പ്രാധാന്യം. നാഗങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൽ പ്രകൃതിയുടെയും ഭൂമിയുടെയും സംരക്ഷകരായി കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാളിയമർദ്ദനം, ഭഗവാൻ വിഷ്ണുവിൻ്റെ അനന്തശയനം, പരമശിവന്റെ ആഭരണം ഇവയെല്ലാം നാഗങ്ങൾക്ക് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിലുള്ള പ്രത്യേക സ്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്ത് ചെയ്യാം? നാഗദേവതയെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക, സമീപത്തെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽ അഭിഷേകം പോലുള്ള ആചാരങ്ങൾ ചെയ്യുന്നതിനു മുൻപ് ക്ഷേത്രത്തിലെ ആചാരക്രമം പാലിക്കുക, നാഗദേവതയുടെ നാമസ്മരണം നടത്തുക, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുക, കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുക. പാമ്പുകൾക്ക് നേരിട്ട് പാൽ കൊടുക്കുന്നത് ആരോഗ്യപരമായും സുരക്ഷാപരമായും ഉചിതമല്ല. ആചാരങ്ങൾ ക്ഷേത്രത്തിലെ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. പാമ്പുകളെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. നാഗപഞ്ചമി ഒരു ആചാരം മാത്രമല്ല, പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ ആദരവിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ നാഗപഞ്ചമി ദിനത്തിൽ നാഗദേവതയുടെ അനുഗ്രഹം, ഭഗവാന്റെ കൃപയും എല്ലാവർക്കും ലഭിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ.